ഓം ശാന്തി. 5/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളെ രാവണ രാജ്യത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്ത് സദ്ഗതി നൽകുവാൻ, നരകവാസികളെ സ്വർഗവാസി ആക്കുന്നതിനായി. ചോദ്യം: ബാബ ഭാരതവാസി കുട്ടികളായ നിങ്ങൾക്ക് ഏതെല്ലാം സ്മൃതിയാണ് നൽകിയിട്ടുള്ളത്? ഉത്തരം: ഹേ ഭാരതവാസികളായ കുട്ടികളെ, നിങ്ങൾ സ്വർഗവാസികളായിരുന്നു. ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു. വജ്രത്തിൻ്റെയും സ്വർണത്തിൻ്റെയും കൊട്ടാരമുണ്ടായിരുന്നു. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായിരുന്നു. ഭൂമിയും ആകാശവുമെല്ലാം നിങ്ങളുടേതായിരുന്നു. ഭാരതം ശിവബാബ സ്ഥാപിച്ച ശിവാലയമായിരുന്നു. അവിടെ പവിത്രത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭാരതം വീണ്ടും ഇങ്ങനെയാകാൻ പോകുന്നു. ഗീതം: നയനഹീനർക്ക് വഴി കാണിച്ചു തരൂ പ്രഭു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ, അതായത് ആത്മാക്കൾ, ഈ ഗീതം കേട്ടു. ആരാണ് പറഞ്ഞത്? ആത്മാക്കളുടെ ആത്മീയ പിതാവ്. ആത്മീയ പിതാവിനോട് ഹേ ബാബ എന്ന് ആത്മീയ കുട്ടികൾ പറഞ്ഞിരിക്കുന്നു. ആ ഒന്നിനെ ഈശ്വരൻ എന്നും പറയുന്നു, പിതാവ് എന്നും പറയുന്നു. ഏത് പിതാവാണ്? പരംപിതാവ്. കാരണം പിതാവ് രണ്ടുണ്ട്. ഒന്ന് ലൗകികം, രണ്ടാമത്തേത് പാരലൗകികം. ലൗകിക പിതാവിൻ്റെ കുട്ടികൾ പാരലൗകിക പിതാവിനെ വിളിക്കുന്നു ഹേ ബാബ എന്ന്. ശരി, ബാബയുടെ നാമം എന്താണ്? ശിവൻ. അവരാണെങ്കിൽ നിരാകാരനെ പൂജിക്കുന്നു. ആ ഒന്നിനെ സുപ്രീം ഫാദർ എന്ന് പറയുന്നു. ലൗകിക പിതാവിനെ സുപ്രീം എന്ന് പറയുന്നില്ല. ഉയർന്നതിലും ഉയർന്നതും എല്ലാ ആത്മാക്കളുടെയും പിതാവും ഒരാൾ തന്നെയാണ്. എല്ലാ ജീവാത്മാക്കളും ആ പിതാവിനെ ഓർമ്മിക്കുന്നു. നമ്മുടെ പിതാവ് ആരാണ് എന്നത് ആത്മാക്കൾ മറന്നുപോയി. ഓ ഗോഡ് ഫാദർ, നയനഹീനരായ നമുക്ക് നയനം നൽകൂ. നമ്മൾ നമ്മുടെ പിതാവിനെ തിരിച്ചറിയട്ടെ എന്ന് വിളിക്കുന്നു. ഭക്തിമാർഗത്തിൽ കാൽ തട്ടി വഴുതിപ്പോകുന്നതിൽ നിന്നും മോചിപ്പിക്കൂ. സദ്ഗതിക്ക് വേണ്ടി, മൂന്നാമത്തെ നേത്രത്തിന് വേണ്ടി, ബാബയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വിളിക്കുന്നു. കാരണം ബാബ തന്നെയാണ് കൽപ്പകൽപ്പങ്ങളിൽ ഭാരതത്തിൽ വന്ന് ഭാരതത്തെ സ്വർഗമാക്കുന്നത്. ഇപ്പോൾ കലിയുഗമാണ്. കലിയുഗത്തിന് ശേഷം സത്യയുഗം വരേണ്ടതുണ്ട്. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. പരിധിയില്ലാത്ത ബാബ വന്ന് ആരാണോ പതീതരും ഭ്രഷ്ടാചാരിയുമായത് അവരെ പുരുഷോത്തമർ ആക്കുന്നു. പുരുഷോത്തമരായ ഇവർ, അതായത് ലക്ഷ്മി നാരായണൻ, ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ലക്ഷ്മി നാരായണന്റെ ഡിനാസ്റ്റിയുടെ രാജ്യമുണ്ടായിരുന്നു. ഇന്നേക്ക് 5000 വർഷം മുമ്പ് സത്യയുഗത്തിൽ ശ്രീ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഈ സ്മൃതി വരുത്തുന്നു. ഭാരതവാസികളായ നിങ്ങൾ ഇന്നേക്ക് 5000 വർഷം മുമ്പ് സ്വർഗവാസിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും നരകവാസികളാണ്. ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഭാരതം ഹെവനായിരുന്നു. ഭാരതത്തിൻ്റെ വളരെയധികം മഹിമയുണ്ടായിരുന്നു. വജ്രത്തിൻ്റെയും സ്വർണത്തിൻ്റെയും കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും തന്നെയില്ല. ആ സമയത്ത് മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. കേവലം സൂര്യവംശി മാത്രമാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രവംശിയും പിന്നീടാണ് വരുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ സൂര്യവംശി ഡിനാസ്റ്റിയിലേതായിരുന്നു. ഇപ്പോൾ വരെയും ഈ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ലക്ഷ്മി നാരായണന്റെ രാജ്യം എപ്പോഴായിരുന്നു, എങ്ങനെ നേടി, ഇത് ആർക്കും അറിയില്ല.
പൂജ ചെയ്യുന്നു, അറിയുന്നില്ല. അപ്പോൾ ബ്ലൈൻഡ് ഫെയ്ത്ത് ആയല്ലോ. ശിവന്റെയും ലക്ഷ്മി നാരായണന്റെയും പൂജ ചെയ്യുന്നു, ബയോഗ്രഫിയെ അറിയുന്നില്ല. ഇപ്പോൾ ഭാരതവാസികൾ സ്വയം പറയുന്നു, നമ്മൾ പതീതമാണ്. പതീതമായ നമ്മളെ പാവനമാക്കുന്ന ബാബ വരൂ, വന്ന് നമ്മെ ദുഃഖത്തിൽ നിന്നും രാവണ രാജ്യത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യൂ. ബാബ തന്നെയാണ് വന്ന് സർവരെയും ലിബറേറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്കറിയാം, സത്യയുഗത്തിൽ തീർച്ചയായും ഒരു രാജ്യമായിരുന്നു. ബാപ്പുജിയും പറയുമായിരുന്നു, നമുക്ക് വീണ്ടും രാമരാജ്യം ആവശ്യമാണ്. ഗൃഹസ്ഥധർമ്മം പതീതമായി, അത് തന്നെ പാവനമായത് വേണം. നമ്മൾ സ്വർഗവാസികൾ ആകുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നരകവാസികളുടെ അവസ്ഥ എന്താണ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനെ പറയുന്നത് ഹെൽ, ഡെവിൾ വേൾഡ് എന്നാണ്. ഇതേ ഭാരതം ഡീറ്റി വേൾഡ് ആയിരുന്നു. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ 84 ജന്മങ്ങളെടുത്തു, 84 ലക്ഷമല്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. നിങ്ങൾ ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുകയാണ്. 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ചു. പുനർജന്മം തീർച്ചയായും എടുക്കേണ്ടി വരുമല്ലോ. പുനർജന്മങ്ങൾ 84 ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുന്നു, കുട്ടികളായ നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകാൻ. ബാബ കുട്ടികളായ നിങ്ങളോട്, ആത്മാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റ് സത്സംഗങ്ങളിൽ മനുഷ്യരെ ഭക്തി മാർഗത്തിലെ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. പകുതി കൽപ്പം ഭാരതം സ്വർഗമായിരുന്നപ്പോൾ പതീതമായ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഈ സമയം ഒരാൾ പോലും പാവനമല്ല. ഇത് പതീത ലോകം തന്നെയാണ്. ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച എന്ന് എഴുതിയിരിക്കുന്നു. കൃഷ്ണൻ ഗീത കേൾപ്പിച്ചിട്ടില്ല. ഇവർ തൻ്റെ ധർമ്മശാസ്ത്രത്തെയും അറിയുന്നില്ല. സ്വന്തം ധർമ്മത്തെ പോലും മറന്നുപോയി. ഹിന്ദു എന്നത് ധർമ്മമല്ല. ധർമ്മം മുഖ്യമായും 4. ആദ്യത്തേതാണ് ആദി സനാതന ദേവി ദേവതാ ധർമ്മം. സൂര്യവംശിയും ചന്ദ്രവംശിയും രണ്ടും ചേർത്താണ് ദേവി ദേവതാ ധർമ്മം, ഡീറ്റീസം എന്ന് പറയുന്നത്. അവിടെ ദുഃഖത്തിൻ്റെ നാമം തന്നെ ഉണ്ടായിരുന്നില്ല. 21 ജന്മം നിങ്ങൾ സുഖധാമത്തിലായിരുന്നു. പിന്നീട് രാവണ രാജ്യം അഥവാ ഭക്തിമാർഗം ആരംഭിക്കുന്നു. ഭക്തിമാർഗം തന്നെ താഴെ ഇറങ്ങുന്നതിൻ്റെതാണ്. ഭക്തിയാണ് രാത്രി, ജ്ഞാനമാണ് പകൽ. ഇപ്പോൾ ഘോര അന്ധകാരത്തിൻ്റെ രാത്രിയാണ്. ശിവജയന്തിയും ശിവരാത്രിയും 2 വാക്കുകളും വരുന്നു. ശിവബാബ എപ്പോഴാണ് വരുന്നത്? രാത്രിയാകുമ്പോൾ. ഭാരതവാസികൾ ഘോര അന്ധകാരത്തിലേക്ക് വരുമ്പോൾ ബാബ വരുന്നു. പാവകളുടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാളുടെ പോലും ബയോഗ്രഫി അറിയുന്നില്ല. ഈ ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളും ഉണ്ടാവുക തന്നെ വേണം. ഈ ഡ്രാമയെ, സൃഷ്ടിചക്രത്തെയും മനസ്സിലാക്കണം. ശാസ്ത്രങ്ങളിൽ ഈ നോളജ് ഇല്ല. അത് ഭക്തിയുടെ ജ്ഞാനമാണ്, ഫിലോസഫിയാണ്. അത് സദ്ഗതി മാർഗത്തിൻ്റെ ജ്ഞാനമല്ല. ബാബ പറയുന്നു, ഞാൻ വന്ന് നിങ്ങളെ ബ്രഹ്മാവിലൂടെ യഥാർത്ഥ ജ്ഞാനം കേൾപ്പിക്കുന്നു. നമുക്ക് സുഖധാമത്തിൻ്റെയും ശാന്തിധാമത്തിൻ്റെയും വഴി പറഞ്ഞു തരൂ എന്ന് വിളിക്കുന്നുമുണ്ട്. ബാബ പറയുന്നു, ഇന്നേക്ക് 5000 വർഷത്തിനു മുമ്പ് സുഖധാമമായിരുന്നു. അതിൽ നിങ്ങൾ മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിച്ചിരുന്നു. സൂര്യവംശി ഡിനാസ്റ്റിയുടെ രാജ്യമായിരുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലായിരുന്നു. അവിടെ 9 ലക്ഷം എന്ന് പാടപ്പെടുന്നു. കുട്ടികളായ നിങ്ങളെ ഇന്നേക്ക് 5000 വർഷം മുമ്പ് വളരെയധികം ധനികരാക്കിയിരുന്നു. ഇത്രയും ധനം നൽകിയിരുന്നു. പിന്നെ നിങ്ങൾ അതെവിടെ പാഴാക്കി? നിങ്ങൾ എത്ര ധനികരായിരുന്നു? ഭാരതം എന്തായിട്ടാണ് പറയപ്പെടുന്നത്? ഭാരതം തന്നെയാണ് ഏറ്റവും ഉയർന്നതിലും ഉയർന്ന ഖണ്ഡം.
വാസ്തവത്തിൽ എല്ലാവരുടെയും തീർത്ഥസ്ഥാനമാണിത്. കാരണം പതീത പാവനായ ബാബയുടെ ജന്മസ്ഥാനമാണ്. ഏതെല്ലാം ധർമ്മത്തിലുള്ളവരുണ്ടോ ബാബ വന്ന് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഇപ്പോൾ രാവണന്റെ രാജ്യം മുഴുവൻ സൃഷ്ടിയിലുമുണ്ട്. കേവലം ലങ്കയിൽ മാത്രമായിരുന്നില്ല, എല്ലാവരിലും 5 വികാരങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. എപ്പോഴാണോ സൂര്യവംശി രാജ്യമായിരുന്നത്, അപ്പോൾ ഈ വികാരങ്ങളെ ഉണ്ടായിരുന്നില്ല. ഭാരതം വൈസ്ലെസ് ആയിരുന്നു, നിർവികാരിയായിരുന്നു. ഇപ്പോൾ വിഷ്യസ് ആണ്, വികാരിയാണ്. സത്യയുഗത്തിൽ ദേവതാ സമ്പ്രദായം ഉണ്ടായിരുന്നു. അവർ പിന്നെ 84 ജന്മങ്ങളെടുത്ത് ഇപ്പോൾ ആസുരീയ സമ്പ്രദായമായിരിക്കുന്നു. വീണ്ടും ദൈവിക സമ്പ്രദായമാകുന്നു. ഭാരതം വളരെയധികം സമ്പന്നമായിരുന്നു, ഇപ്പോൾ ദരിദ്രമായിരിക്കുന്നു. അതിനാൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എത്ര ധനികരായിരുന്നു. നിങ്ങളെപ്പോലെ സുഖം മറ്റാർക്കും ലഭിക്കുക സാധ്യമല്ല. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായിരുന്നു. ഭൂമി, ആകാശം എല്ലാം നിങ്ങളുടേതായിരുന്നു. ബാബ സ്മൃതി വരുത്തുന്നു, ഭാരതം ശിവബാബയാൽ സ്ഥാപിതമായ ശിവാലയം ആയിരുന്നു. അവിടെ പവിത്രതയുണ്ടായിരുന്നു. ആ പുതിയ ലോകത്തിൽ ദേവീ ദേവന്മാർ രാജ്യം ഭരിച്ചിരുന്നു. രാധയും കൃഷ്ണനും പരസ്പരം എന്ത് ബന്ധമാണുള്ളത്? ഇതും ഭാരതവാസികൾക്കറിയില്ല. രണ്ടുപേരും വേറെ വേറെ രാജധാനിയിലായിരുന്നു. പിന്നീട് സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണനായി. ഈ ജ്ഞാനം ഒരു മനുഷ്യനുമില്ല. പരംപിത പരമാത്മാവ് തന്നെയാണ് ജ്ഞാനസാഗരം. ആ ഒന്ന് നിങ്ങൾക്ക് ഈ ആത്മീയ ജ്ഞാനം നൽകുന്നു. ഈ സ്പിരിച്വൽ നോളജ് കേവലം ഒരു ബാബയ്ക്ക് തന്നെയാണ് നൽകാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, ആത്മാഭിമാനിയാകൂ. പരംപിത പരമാത്മാവായ എന്നെ, ശിവനെ ഓർമ്മിക്കൂ. ഓർമ്മയിലൂടെ തന്നെയാണ് സദോ പ്രധാനമാകുന്നത്. നിങ്ങളിവിടെ വരുന്നത് തന്നെ മനുഷ്യനിൽ നിന്നും ദേവത അഥവാ പതീതത്തിൽ നിന്നും പാവനമാകുവാനാണ്. ഇപ്പോൾ ഇത് രാവണ രാജ്യമാണ്. ഭക്തിമാർഗത്തിൽ രാവണ രാജ്യം ആരംഭിക്കുന്നു. രാവണൻ ഒരു സീതയെ അല്ല അപഹരിച്ചത്. നിങ്ങളെല്ലാവരും ഭക്തി ചെയ്യുന്നവർ രാവണന്റെ പിടിയിലാണ്. മുഴുവൻ സൃഷ്ടിയും 5 വികാരങ്ങളാകുന്ന രാവണന്റെ തടവിലാണ്. എല്ലാവരും ശോകവാടികയിൽ ദുഃഖിതരാണ്. ബാബ വന്ന് സർവരെയും ലിബറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ബാബ വീണ്ടും സ്വർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആർക്ക് വളരെയധികം ധനമുണ്ടോ അവർ സ്വർഗത്തിലാണ് എന്നല്ല, അങ്ങനെയല്ല. ഇപ്പോൾ നരകം തന്നെയാണ്. എല്ലാവരും പതീതമാണ്. അതിനാൽ ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്നു. ഗംഗ പതീത പാവനിയാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ആരും പാവനമാകുന്നില്ല. പതീത പാവനൻ എന്ന് ബാബയെ തന്നെയാണ് പറയുന്നത്, അല്ലാതെ നദികളെയല്ല. ഇതെല്ലാം ഭക്തിമാർഗമാണ്. ബാബ തന്നെയാണ് വന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതറിയാം. ഒന്നാണ് ലൗകിക പിതാവ്, രണ്ടാമത്തേത് പ്രജാപിത ബ്രഹ്മാവാകുന്ന അലൗകിക പിതാവ്, പിന്നെ ആ ഒന്ന് പാരലൗകിക പിതാവ്. 3 പിതാവുണ്ട്. ശിവബാബ പ്രജാപിത ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണ ധർമ്മം സ്ഥാപിക്കുന്നു. ബ്രാഹ്മണരെ ദേവതയാക്കുന്നതിനായി രാജയോഗം പഠിപ്പിക്കുന്നു. ഒരേ ഒരു തവണ ബാബ വന്ന് ആത്മാക്കളെ രാജയോഗം പഠിപ്പിക്കുന്നു. ആത്മാക്കൾ പുനർജന്മം എടുക്കുന്നു. ആത്മാവ് തന്നെയാണ് പറയുന്നത്, ഞാൻ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമാകും. ഒരു ദേഹധാരിയെയും ഓർമ്മിക്കാതിരിക്കൂ. ഇപ്പോൾ ഇത് മൃത്യുലോകത്തിന്റെ അന്തിമമാണ്. അമരലോകത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാ അനേക ധർമ്മങ്ങളും ഇല്ലാതാകും. സത്യയുഗത്തിൽ
ഒരേ ഒരു ദേവതാധർമ്മമായിരുന്നു. പിന്നെ ത്രേതായിൽ ചന്ദ്രവംശി രാമനും സീതയും. കുട്ടികളായ നിങ്ങൾക്ക് മുഴുവൻ ചക്രത്തിൻ്റെയും ഓർമ്മ വരുത്തുന്നു. ശാന്തിധാമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും സ്ഥാപന ചെയ്യുന്നത് തന്നെ ബാബയാണ്. മനുഷ്യർക്ക് സദ്ഗതി നൽകാൻ സാധിക്കില്ല. അതെല്ലാം ഭക്തിമാർഗത്തിലെ ഗുരുക്കന്മാരാണ്. ഭക്തിമാർഗത്തിൽ മനുഷ്യർ അനേകം പ്രകാരത്തിലുള്ള ചിത്രമുണ്ടാക്കി പൂജിക്കുന്നു. പിന്നെ പോയി പറയുന്നു, മുങ്ങിപ്പോകൂ എന്ന്. വളരെയധികം പൂജ ചെയ്യുന്നു, കഴിപ്പിക്കുന്നു, കുടിപ്പിക്കുന്നു. ഇപ്പോൾ കഴിക്കുന്നതാണെങ്കിൽ ബ്രാഹ്മണരാണ്. ഇതിനെയാണ് പാവകളുടെ പൂജ എന്ന് പറയുന്നത്. എത്ര അന്ധവിശ്വാസമാണ്! ഇപ്പോൾ അവർക്ക് ആര് മനസ്സിലാക്കിച്ചു കൊടുക്കും? ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളാണ്. നിങ്ങളിപ്പോൾ ബാബയിൽ നിന്നും രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകളാണെങ്കിൽ ധാരാളം തയ്യാറാകണം. കോടിയിൽ ചിലരാണ് രാജാവാകുന്നത്. സത്യയുഗത്തെ പറയുന്നത് പുഷ്പങ്ങളുടെ പൂന്തോട്ടം എന്നാണ്. ഇപ്പോൾ മുള്ളുകളുടെ കാടാണ്. ഇപ്പോൾ രാവണ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വിനാശം ഉണ്ടാവുക തന്നെ വേണം. ഈ നോളജ് ഇപ്പോൾ കേവലം ബ്രാഹ്മണരായ നിങ്ങൾക്കാണ് ലഭിക്കുന്നത്. ലക്ഷ്മി നാരായണനും ഈ ജ്ഞാനം ഉണ്ടായിരിക്കുന്നില്ല. ഈ ജ്ഞാനം പ്രായേണ ലോപിച്ചു പോകുന്നു. ഭക്തിമാർഗത്തിൽ ആരും ബാബയെ അറിയുന്നതേയില്ല. ബാബ തന്നെയാണ് രചയിതാവ്. ബ്രഹ്മ, വിഷ്ണു, ശങ്കറും രചനയാണ്. പരമാത്മാവ് സർവവ്യാപിയാണ് എന്ന് പറയുന്നതിലൂടെ എല്ലാവരും പിതാവാകുന്നു. സമ്പത്തിന്റെ അവകാശം ഉണ്ടായിരിക്കുന്നില്ല. ബാബ വന്ന് എല്ലാ കുട്ടികൾക്കും സമ്പത്ത് നൽകുന്നു. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. ഇതും മനസ്സിലാക്കിച്ചു തന്നു. ആരാണോ ആദ്യം സത്യയുഗത്തിൽ വരുന്നത് അവരാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. ക്രിസ്ത്യൻസിന്റെ ജന്മം എത്രയായിരിക്കും? ഏകദേശം 40 ജന്മമായിരിക്കും. ഈ കണക്കെടുക്കുന്നു. ഒരു ഭഗവാനെ അന്വേഷിക്കുന്നതിനു വേണ്ടി എത്ര തിക്കും തിരക്കും കൊള്ളുന്നു. ഇപ്പോൾ നിങ്ങൾ തിക്കും തിരക്കും കൊള്ളുന്നില്ല. നിങ്ങൾക്ക് കേവലം ഒരു ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതാണ് ഓർമ്മയുടെ യാത്ര. ഇതാണ് പതീത പാവന ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റി. നിങ്ങളുടെ ആത്മാവാണ് പഠിക്കുന്നത്. സാധു സന്യാസിമാർ പിന്നെ പറയുന്നു, ആത്മാവ് നിർലേപമാണ്. ആത്മാവ് തന്നെയാണ് കർമ്മങ്ങൾ അനുസരിച്ച് അടുത്ത ജന്മം എടുക്കേണ്ടി വരുന്നത്. ആത്മാവ് തന്നെയാണ് നല്ലതും മോശവുമായ കാര്യം ചെയ്യുന്നത്. ഈ സമയം നിങ്ങളുടെ കർമ്മം വികർമ്മമാകുന്നു. സത്യയുഗത്തിൽ കർമ്മം അകർമ്മമാകുന്നു. അവിടെ വികർമ്മം ഉണ്ടാകുന്നില്ല. അതാണ് പുണ്യ ആത്മാക്കളുടെ ലോകം. ഇതെല്ലാം മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ശരി, മധുരമായ സിഖിലതേ. നമ്പർ 1 പുരുഷാർത്ഥമനുസരിച്ച് മുള്ളുകളിൽ നിന്നും പുഷ്പമാകുന്ന കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മുള്ളുകളിൽ നിന്നും പുഷ്പമായി പുഷ്പങ്ങളുടെ പൂന്തോട്ടം, അതായത് സത്യുഗം സ്ഥാപിക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. മോശമായ ഒരു കർമ്മവും ചെയ്യരുത്. ബാബ കേൾപ്പിച്ച ആത്മീയ ജ്ഞാനം സർവരെയും കേൾപ്പിക്കണം. ആത്മാഭിമാനിയാകുന്നതിൻ്റെ പ്രയത്നം ചെയ്യണം. ഒരു ബാബയെ തന്നെ ഓർമ്മിക്കണം, ഏതെങ്കിലും ദേഹധാരിയെ അല്ല. വരദാനം: നിന്ദ, സ്തുതി, ജയപരാജയം എന്നിവയിൽ സമാന സ്ഥിതി വയ്ക്കുന്ന ബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമായി ഭവിക്കട്ടെ. എപ്പോഴാണോ ആത്മാവിൻ്റെ സമ്പൂർണവും സമ്പന്നവുമായ സ്ഥിതി ഉണ്ടാകുന്നത്,
അപ്പോൾ നിന്ദ, സ്തുതി, ജയപരാജയം, സുഖം, ദുഃഖം എല്ലാത്തിലും സമാനത നിലനിൽക്കും. ദുഃഖത്തിലും മുഖത്തോ മസ്തകത്തിലോ ദുഃഖത്തിൻ്റെ അലകൾക്ക് പകരം സുഖത്തിൻ്റെയും ഹർഷത്തിൻ്റെയും അലകൾ കാണപ്പെടണം. നിന്ദ കേൾക്കുമ്പോഴും ഇങ്ങനെ അനുഭവപ്പെടണം: ഇത് നിന്ദയല്ല, സമ്പൂർണ്ണ സ്ഥിതിയെ പരിപക്വം ആക്കുന്നതിനു വേണ്ടി മഹിമായോഗ്യ വാക്കുകളാണ്. ഇങ്ങനെയുള്ള സമാനത ഉണ്ടായിരിക്കണം. അപ്പോൾ ഭാവിക്ക് സമാനം എന്ന് പറയും. ഇവർ ശത്രുവാണ്, അധിക്ഷേപിക്കുന്നവരാണ്, ഇവർ മഹിമ ചെയ്യുന്നവരാണ് എന്ന് അല്പം പോലും വൃത്തിയിൽ വരരുത്. സ്ലോഗൻ: നിരന്തരം യോഗാഭ്യാസത്തിൽ അറ്റൻഷൻ നൽകൂ. അപ്പോൾ ഫസ്റ്റ് ഡിവിഷനിൽ നമ്പർ ലഭിക്കും. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. ബ്രാഹ്മണ പരിവാരത്തിൻ്റെ വിശേഷതയാണ് അനേകം പേർ ഉണ്ടായിരിക്കുമ്പോഴും ഒന്നാണ്. താങ്കളുടെ എല്ലാ സേവാകേന്ദ്രങ്ങളിലെയും വൈബ്രേഷൻ ഇങ്ങനെയാകണം. അതായത് എല്ലാവർക്കും അനുഭവപ്പെടണം: ഇവർ അനേകം പേരല്ല, എന്നാൽ ഒന്നാണ്. താങ്കളുടെ ഏകതയുടെ വൈബ്രേഷൻ മുഴുവൻ വിശ്വത്തിലും ഒരു ധർമ്മവും ഒരു രാജ്യവും സ്ഥാപിക്കും. അപ്പോൾ വിശേഷ അറ്റൻഷൻ നൽകി ഭിന്നതയെ ഇല്ലാതാക്കി ഏകത നിലനിർത്തൂ. മെഡിറ്റേഷൻ. നിരാകാര സ്വരൂപത്തിൽ ഞാൻ ശിവബാബയുടെ അനന്യ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ സഹജമായി ശാന്തിയുടെയും ശക്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. സർവസംബന്ധങ്ങൾ കൊണ്ടും സ്വന്തമാക്കി അവിനാശി പ്രാപ്തികൾ നേടിത്തരുന്ന ശിവബാബയുടെ ഓർമ്മ എത്ര സുഖദായകമാണ്. ബാബയുമായുള്ള ഈ അതിമധുരമായ കൂടിക്കാഴ്ചയുടെ അവിനാശി സന്തോഷത്തിലിരിക്കുമ്പോൾ ബാബയിൽ നിന്നും പ്രാപ്തമാകുന്ന ഈശ്വരീയ ഖജനാവുകളാൽ ഞാൻ സമ്പന്ന സ്ഥിതി കൈവരിക്കുന്നു. ഈ സമ്പന്ന സ്ഥിതിയിലൂടെ വിശ്വസേവനത്തിൻ്റെ പരിധിയില്ലാത്ത കാര്യത്തിൽ ഞാൻ സഹയോഗി ആവുകയാണ്. സാകാരലോകത്തിൽ ദുഃഖാശാന്തികളിൽ കഴിയുന്ന ആത്മാക്കൾക്ക് ഞാൻ ശിവബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ സർവശക്തികളുടെയും കിരണങ്ങൾ, ശാന്തിയുടെ കിരണങ്ങൾ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ദാനം ചെയ്യുകയാണ്.
ദിവ്യവും അലൗകികവുമായ ഈ ഈശ്വരീയ ഖജനാവുകൾ അവരിലും നിറയുകയാണ്.